ഭൂപരിഷ്കരണം ഭൂമിയുടെ ഉടമസ്ഥാവകാശവും നിയന്ത്രണവും ഉടമകളിൽ നിന്ന് ഭൂരഹിതർക്ക് കൃഷിക്കായി അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങൾക്കായി പുനർവിതരണം ചെയ്യുന്നതാണ് ഭൂപരിഷ്കരണം. ഇന്ത്യയിലെ കാർഷിക ഭൂമികൾക്കായുള്ള നിയമഘടനയുടെ മൊത്തത്തിലുള്ള നവീകരണമാണ് ഭൂപരിഷ്കരണത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യം. ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ കൃഷിഭൂമികളും ജാഗിർദാർമാരെയും ജമീന്ദാർമാരെയും പോലുള്ള ഇടനിലക്കാരുടെ ഉടമസ്ഥതയിലായിരുന്നു. ജാഗിർദാർമാരുടെ ഭൂമി അഥവാ ജാഗിർ വിഭജിച്ചു നൽകിയത് ജമീന്ദാർമാർക്കാണ്. ജമീന്ദാർമാർ അവർ കരം പിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥരായി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂവുടമ സമ്പ്രദായമാണ് ജമീന്ദാരി. ബ്രിട്ടീഷ് ഗവൺമെൻറ് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂവുടമ സമ്പ്രദായമാണ് ജമീന്ദാരി. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന ഭൂനികുതി വ്യവസ്ഥയായിരുന്നു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 1793 കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. ഇതിലൊരു പ്രദേശത്തെ നികുതി പിരിച്ചിരുന്നവർ അറിയപ്പെട്ടിരുന്നത് സെമീന്ദാർമാർ എന്നായിരുന്നു. നികുതി പിരിക്കുന്ന മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥൻ സെമീന്ദാറായിരുന്നു. യഥാർത്ഥ കർഷകർ കുടിയാന്മാരായി. വിളവിൻ്റെ 60% വരെ നികുതിയായി നൽകണമായിരുന്നു. വിളവ് മോശമായാലും നികുതി നൽകണം. കൂടാതെ നിശ്ചയിച്ച തീയതിയിൽ നികുതി പണമായി തന്നെ നൽകണമായിരുന്നു. റൈറ്റ് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിലായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിക്കുന്നതായിരുന്നു റൈറ്റ് വാരി വ്യവസ്ഥ. ബോംബെ, ഡക്കാൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ നികുതി നയം റൈറ്റ് വാരി വ്യവസ്ഥയാണ്. കർഷകൻ്റെ വരുമാനം കണക്കാക്കിയാണ് നികുതി നിശ്ചയിച്ചിരുന്നത്. റൈറ്റ് വാരി വ്യവസ്ഥ പ്രകാരം 30 വർഷം കൂടുമ്പോൾ നികുതി പുതുക്കുമായിരുന്നു. റൈറ്റ് വാരി ചെറിയ രീതിയിൽ ആരംഭിച്ചത് അലക്സാണ്ടർ റീഡ് ആണെങ്കിലും ഇത് വികസിപ്പിച്ചത് തോമസ് മൺറോ ആണ്. വർഷം 1820. മഹൽവാരി വ്യവസ്ഥ നടപ്പിലാക്കിയത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലായിരുന്നു. ഇതിൽ ഗ്രാമത്തലവന്മാർ നേരിട്ട് നികുതി പിരിച്ചു. 1822 ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി വ്യവസ്ഥ കൊണ്ടുവന്നത്. 1833 വില്യം ബെൻഡിക്ക് മഹൽവാരി വ്യവസ്ഥ പരിഷ്കരിച്ചു. ഭൂപരിഷ്കരണം സ്വാതന്ത്ര്യത്തിനു ശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ബംഗാളിലുണ്ടായ സംഭവമാണ് ഓപ്പറേഷൻ ബാർഗ. വർഷം 1978. ഓപ്പറേഷൻ ബാർഗയുടെ ലക്ഷ്യം ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾക്കനുസൃതമായി സംസ്ഥാനത്തെ ബാർഗദാർമാരെ ഭൂവുടമകളാക്കി മാറ്റുക എന്നതാണ് ഓപ്പറേഷൻ ബാർഗയുടെ ലക്ഷ്യം. അടുത്തത് ഭൂദാൻ പ്രസ്ഥാനം. ആചാര്യ വിനോബ ഭാവെയാണ് ഭൂദാൻ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. 1951 ഏപ്രിൽ 8 ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത്. തെലങ്കാനയിലെ പോച്ചമ്പള്ളി എന്ന സ്ഥലത്താണ് ഭൂദാൻ പ്രസ്ഥാനം ആരംഭിച്ചത്. സമ്പന്നരിൽ നിന്ന് ഭൂമി ദാനമായി സ്വീകരിച്ച് ദരിദ്രർക്ക് സൗജന്യമായി നൽകുക എന്നതായിരുന്നു ഭൂദാൻ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. ഭൂപരിഷ്കരണവും ഭരണഘടനാ ഭേദഗതികളും. ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെട്ട പട്ടിക 9ാം പട്ടിക. ഭൂപരിഷ്കരണ നിയമങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭേദഗതിയാണ് 1951 ഒന്നാം ഭേദഗതി. 1951 ഒന്നാം ഭേദഗതി. ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾസ് 31A, 31B. ഒന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾസ് 31A, 31B. ഭൂപരിഷ്കരണം ഉൾപ്പെട്ട ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റിലാണ് ഭൂപരിഷ്കരണം ഉൾപ്പെട്ടിട്ടുള്ളത്. തിരുവിതാംകൂറിലെ ഭൂപരിഷ്കരണം. കേരളത്തിൽ ജന്മി സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. ജന്മി ഭൂമി കുടിയാന് കൃഷി ചെയ്യാൻ കൊടുക്കും. അവർ ആദായത്തിൻ്റെ ഒരംശം ജന്മിക്ക് പാട്ടമായി നൽകും. തിരുവിതാംകൂറിൽ ഭൂമി 2 വിഭാഗങ്ങളായിരുന്നു. ഒന്ന് പണ്ടാരം വക. പണ്ടാരവക ഭൂമി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ കൈവശമുള്ള ഭൂമിയാണ്. ഇതിൽ കൃഷി ചെയ്ത് ആദായമെടുക്കാം. ഭാഗം വയ്ക്കാനോ വിൽക്കാനോ ആർക്കും അധികാരമില്ല. പണ്ടാരവക ഭൂമിയിൽ നിന്ന് സർക്കാരിന് ലഭിച്ച നികുതികൾ പണ്ടാരപ്പാട്ടം, പണ്ടാരവക, ഒറ്റി, ഇനം, വിരുത്തി, പണ്ടാരവക കുടി ജന്മോം, കാരമൊഴിവ്. ജന്മോം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരുടെയും ദേവസ്വത്തിൻ്റെയും പ്രാദേശിക പ്രമാണിമാരുടെയും ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ഭൂമിയാണ് ജന്മോം. ജന്മോമിൻ്റെ ഉടമസ്ഥർ ജന്മികളാണ്. നികുതികൾ വെറുംപാട്ടം, കുടികിടപ്പ്, കുഴിക്കാണി, അട്ടിപ്പേർ, കരൈമസ്, പണയം, ഒറ്റി, ഇനം. അടുത്തതായി തിരുവിതാംകൂറിലെ നിയമങ്ങൾ. തിരുവിതാംകൂറിൽ 3 നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 പണ്ടാരപ്പാട്ട വിളംബരം, 2 ജന്മിക്കുടിയാൻ വിളംബരം, 3 കണ്ടെഴുത്ത് വിളംബരം.
അതിലാദ്യത്തേത് പണ്ടാരപ്പാട്ട വിളംബരം, വർഷം 1865. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്തു വന്ന ഭൂമി സ്വന്തമായി നൽകാനും പണ്ടാരവക വസ്തുക്കൾ തലമുറയായി അനുഭവിക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള അവകാശം കുടിയാന് ലഭ്യമാക്കിയത് പണ്ടാരപ്പാട്ട വിളംബരമാണ്. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകാനും പണ്ടാരവക വസ്തുവകകൾ തലമുറയായി അനുഭവിക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള അവകാശം കുടിയാന് ലഭ്യമാക്കിയത് പണ്ടാരപ്പാട്ട വിളംബരം. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് പണ്ടാരപ്പാട്ട വിളംബരം 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. ആ സമയത്ത് ദിവാൻ ടി മാധവറാവു. അടുത്തത് ജന്മി കുടിയാൻ വിളംബരം, വർഷം 1867. ജന്മി കുടിയാൻ വിളംബരം 1867. ജന്മിമാരുടെ വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കിയ നിയമമാണ് ജന്മി കുടിയാൻ വിളംബരം 1867. ജന്മിമാരുടെ വസ്തുവിൽ കുടിയാനുള്ള അവകാശത്തിന് സ്ഥിരത ഉറപ്പാക്കിയ നിയമമാണ് ജന്മി കുടിയാൻ വിളംബരം 1867. ഈ ജന്മി കുടിയാൻ വിളംബരം തന്നെയാണ് കാണപ്പാട്ട വിളംബരം എന്നറിയപ്പെടുന്നത്. ജന്മി കുടിയാൻ വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളാണ്. കൊച്ചിയിലെ ഭൂപരിഷ്കരണം. കൊച്ചിയിൽ കാണക്കുടിയാന്മാർ കൃഷി ചെയ്തിരുന്ന ഭൂമി 12 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിപ്പിക്കുന്നത് തടയുന്ന ഉത്തരവ് 1863 പ്രാബല്യത്തിൽ വന്നു. കൊച്ചിയിൽ കാണക്കുടിയാന്മാർ കൃഷി ചെയ്തിരുന്ന ഭൂമി 12 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഒഴിപ്പിക്കുന്നത് തടയുന്ന ഉത്തരവ് 1863 പ്രാബല്യത്തിൽ വന്നു. കൊച്ചി കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കൊച്ചി കുടിയായ്മ നിയമം 1914. കൊച്ചിയിൽ ജന്മിഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിൽ ജന്മിയുക്ത ഭരണം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിൽ വെറും പാട്ടം ദാർസ് ആക്ട് നിലവിൽ വന്നത് 1943. കൊച്ചിയിൽ വെറും പാട്ടം ദാർസ് ആക്ട് നിലവിൽ വന്നത് 1943. മലബാറിലെ ഭൂപരിഷ്കരണം. മലബാറിൽ ജന്മിമാർ ഏർപ്പെടുത്തിയ നികുതികൾ കാണം, കുഴിക്കാണം, വെറും പാട്ടം, കുടിയിരുപ്പ്. മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ 1929. മലബാർ കുടിയായ്മ നിയമം പാസാക്കിയ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ 1929. മലബാർ കുടിയായ്മ നിയമം ഭേദഗതി ചെയ്യപ്പെട്ട വർഷങ്ങൾ 1945, 1951, 1954. കേരള ഭൂപരിഷ്കരണം. ഒന്നാം EMS സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം പാസാക്കിയത് 1957. കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കേരളത്തിൽ പാസാക്കിയത് 1957. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിന് രൂപീകരിച്ച സമിതിയുടെ കൺവീനർ C. അച്യുതമേനോൻ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിന് രൂപീകരിച്ച സമിതിയുടെ കൺവീനർ C. അച്യുതമേനോൻ. ഒന്നാം EMS മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയായിരുന്ന KR ഗൗരിയമ്മ കർഷക ബന്ധ ബില്ല് അവതരിപ്പിച്ചത് 1957 ഡിസംബർ 21. കേരള നിയമസഭ കർഷക ബന്ധ ബില്ല് പാസാക്കിയത് 1959 ജൂൺ 10. കർഷക ബന്ധ ബിൽ ആർട്ടിക്കിൾ 201 പ്രകാരം രാഷ്ട്രപതി തിരിച്ചയച്ചു. ആർട്ടിക്കിൾ 201 പ്രകാരമാണ് കർഷക ബന്ധ ബില്ല് രാഷ്ട്രപതി തിരിച്ചയച്ചത്. 1959 ജൂലൈ 31 വിമോചന സമരത്തെ തുടർന്ന് EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. പട്ടം താണുപിള്ള സർക്കാരിൻ്റെ കാലത്ത് വിമോചന സമരത്തിന് പിന്നാലെ 1960 ഫെബ്രുവരി 22 പട്ടം താണുപിള്ള മുഖ്യമന്ത്രിയായി മന്ത്രിസഭ നിലവിൽ വന്നു. 1960 ഒക്ടോബർ 15 കർഷക ബന്ധ ബിൽ നിയമം ഭേദഗതികളോടെ വീണ്ടും പാസാക്കി. 1961 ജനുവരി 21 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചു. കേരള റൈറ്റ് വാരി ടെനൻസ് ആൻഡ് കുടികിടപ്പുകാർ ഓർഡിനൻസ് പാസാക്കിയ വർഷം 1962. കാസർഗോഡ്, ഹൊസ്ദുർഗ് പ്രദേശങ്ങളിൽ റൈറ്റ് വാരി സമ്പ്രദായം നിലനിൽക്കുന്നതിനാൽ ഈ നിയമത്തിന് സാധുതയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. കർഷക ബന്ധ ബില്ല് റദ്ദാക്കി. കാസർഗോഡ്, ഹൊസ്ദുർഗ് പ്രദേശങ്ങളിൽ റൈറ്റ് വാരി സമ്പ്രദായം നിലനിൽക്കുന്നതിനാൽ ഈ നിയമത്തിന് സാധുതയില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചു. കർഷക ബന്ധ ബില്ല് റദ്ദാക്കി. R. ശങ്കർ സർക്കാരിൻ്റെ കാലത്ത് കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി R. ശങ്കർ. കേരള ഭൂപരിഷ്കരണ നിയമം 1963 പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി R. ശങ്കർ, റവന്യൂ മന്ത്രി PT ചാക്കോ. 1963 ഡിസംബർ 31 കേരള ഭൂപരിഷ്കരണ നിയമത്തിന് അംഗീകാരം കിട്ടി. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഫലങ്ങൾ: പുതിയ കുടിയായ്മകളെ സൃഷ്ടിക്കുന്നത് നിരോധിച്ചു. കുടിയാൻ്റെ കൈവശമിരിക്കുന്ന ഭൂമി അയാൾക്ക് ഉടമയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ അധികാരം നൽകി. ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു.
കേരള ഭൂപരിഷ്കരണ നിയമം 1963 അധ്യായങ്ങൾ 4. കേരള ഭൂപരിഷ്കരണ നിയമത്തിന് കീഴിൽ വരുന്ന അധികാരികൾ: 1 ലാൻഡ് ട്രൈബ്യൂണൽ, 2 അപ്പലേറ്റ് ട്രൈബ്യൂണൽ, 3 ലാൻഡ് ബോർഡ്, 4 താലൂക്ക് ലാൻഡ് ബോർഡ്, 5 ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ്. ലാൻഡ് ട്രൈബ്യൂണൽ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 99. ഒരു ജുഡീഷ്യൽ ഉദ്യോഗസ്ഥൻ നയിക്കുന്ന ഏകാംഗ സമിതിയാണ് ലാൻഡ് ട്രൈബ്യൂണൽ. 2 അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അപ്പലേറ്റ് ട്രൈബ്യൂണലിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 99A. ലാൻഡ് ബോർഡ് സെക്ഷൻ 100 ലാൻഡ് ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. റവന്യൂ ബോർഡ് അംഗമോ ഗവൺമെൻറ് സെക്രട്ടറിക്ക് താഴെയല്ലാത്ത പദവിയുള്ള ഉദ്യോഗസ്ഥനോ നയിക്കുന്ന ഏകാംഗ സമിതിയാണ് ലാൻഡ് ബോർഡ്. താലൂക്ക് ലാൻഡ് ബോർഡ് ഭൂപരിധി നിർണയിച്ച് മിച്ചഭൂമി കണ്ടെത്താൻ സർക്കാർ രൂപീകരിക്കുന്ന സമിതിയാണ് താലൂക്ക് ലാൻഡ് ബോർഡ്. താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 100A. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാന പുരോഗതി വിലയിരുത്തുന്നത് ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡാണ്. ലാൻഡ് റിഫോംസ് റിവ്യൂ ബോർഡിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 100D. 1964 ഒന്നാം ആക്ട് എന്ന പേരിൽ ഈ നിയമം നിലവിൽ വന്നു. പക്ഷേ സർക്കാരിന് ഈ നിയമം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. രണ്ടാം EMS സർക്കാരിൻ്റെ കാലത്ത് 1967 EMSൻ്റെ നേതൃത്വത്തിലുള്ള സപ്തകക്ഷി മുന്നണി സർക്കാരിൻ്റെ മിനിമം പരിപാടിയിലെ പ്രധാന ഇനമായി ഭൂപരിഷ്കരണത്തെ ഉൾപ്പെടുത്തി. EMS സർക്കാർ ഭൂപരിഷ്കരണ നിയമം പാസാക്കിയ വർഷം 1969. 1969 രണ്ടാം EMS സർക്കാർ രാജിവെച്ചു. പിന്നീട് C. അച്യുതമേനോൻ മന്ത്രിസഭ അധികാരമേറ്റപ്പോൾ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കുക മുഖ്യ ലക്ഷ്യമാക്കി. ഈ സമയം റവന്യൂ മന്ത്രി KT ജേക്കബ് 1970 ജനുവരി 1 കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നടപ്പാക്കി. കേരളത്തിൽ ഭൂപരിഷ്കരണത്തിൻ്റെ 50ാം വാർഷികം ആഘോഷിച്ചത് 2020 ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പാസാക്കിയ മറ്റ് നിയമങ്ങൾ: കേരള ലാൻഡ് അസസ്മെൻറ്റ് ആക്ട് 1960, കേരള ഭൂവിനിയോഗ ഉത്തരവ് 1967, കേരള ഭൂസംരക്ഷണ നിയമം 1957, കേരള റവന്യൂ റിക്കവറി ആക്ട് 1968. ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പാസാക്കിയ മറ്റ് നിയമങ്ങൾ: 1960 കേരള ലാൻഡ് അസസ്മെൻറ്റ് ആക്ട്, 1967 കേരള ഭൂവിനിയോഗ ഉത്തരവ്, 1957 കേരള ഭൂസംരക്ഷണ നിയമം, 1968 കേരള റവന്യൂ റിക്കവറി ആക്ട്. താങ്ക് യു.